Next, one of the most important thing, role of conventions. ഈ ടേം കേട്ടിട്ടുണ്ടോ? കൺവെൻഷൻ, കൂട്ടം കൂടുന്ന കൺവെൻഷൻ അല്ല, സമ്മേളനമല്ല, ഇത് വേറൊരു കൺവെൻഷനാണ്. We also call it as parliamentary conventions. Any idea? ആചാരം ശരി തന്നെയാണ്. What kind of ആചാരം? Exactly. നമ്മുടെ ഭരണഘടന ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ പാർലമെന്ററി നിയമങ്ങളും ആ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സോ ഭരണഘടനയോ പാർലമെന്ററി നിയമങ്ങളോ വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാത്ത കാര്യങ്ങളെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എങ്ങനെയോ ചെയ്തു പോകുന്ന രീതി ഈസ് വാട്ട് മീൻ ബൈ കൺവെൻഷൻസ്. സോ വ്യക്തമായി പറയാത്ത കാര്യങ്ങളെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടോ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണ് നമ്മൾ ചെയ്യണം, മെക്കാനിസം ചെയ്യണം, ഗവേൺ ചെയ്യണം. പക്ഷെ എങ്ങനെയെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. സോ ഇൻഫോർമലി ഭരണഘടന പറയാത്ത കാര്യങ്ങളെ നമ്മുടെ ഗവേണൻസ് മെക്കാനിസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയോ ചെയ്ത് ഒപ്പിക്കുന്ന പരിപാടിയാണ് എന്ത് ഈ പറയുന്ന കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഡിക്ഷണറി മീനിങ് ആണ് ട്രഡീഷണൽ മാനർ ഓഫ് ഡൂയിങ് സംതിങ്. ഒന്നുമില്ല, നമ്മൾ എങ്ങനെയോ പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന രീതി ഈസ് വാട്ട് മീൻ ബൈ കൺവെൻഷൻസ്. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദാറ്റ് ഹൂ ബിക്കംസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരെയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുക? യെസ്, ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ 543 MP സെലക്ട് ചെയ്യുന്നതാണ്. സോ ഏത് പാർട്ടിക്കാണോ എന്തുള്ളത് മെജോറിറ്റി MP സപ്പോർട്ടുള്ളത് അതിൻ്റെ ലീഡർ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നതായിരിക്കും? PM ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ എന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല, പാർലമെന്ററി നിയമങ്ങളും പറഞ്ഞിട്ടില്ല. സോ പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 75 ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ദി പ്രൈം മിനിസ്റ്റർ ഷാൽ ബി appointed by the President of India. So regarding Prime Minister's appointment, our constitution under Article 75 only says that the Prime Minister shall be appointed by the President of India. പ്രധാനമന്ത്രിനെ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെ, എപ്പോൾ, എങ്ങനെ എന്ന് ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടില്ല. സോ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഒരു പാർലമെന്ററി കൺവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ ഏത് പാർട്ടിക്ക് മെജോറിറ്റി ഉണ്ടോ അതിൻ്റെ ആളെ പിടിച്ച് എന്താക്കുന്നതായിരിക്കും? PM ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഭരണഘടനയോ നമ്മുടെ പാർലമെന്ററി നിയമങ്ങളോ എവിടെയും പറഞ്ഞിട്ടില്ല. ദിസ് ഈസ് വാട്ട് മീൻ ബൈ റോൾ ഓഫ് കൺവെൻഷൻസ്. ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമ്മളിങ്ങനെ ഒരുപാട് കൺവെൻഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹാവ് യു ഹേർഡ് അബൌട്ട് ഞാൻ സ്പീഡായിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ? യാ, ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഹാവ് യു ഹേർഡ് അബൌട്ട് അവിശ്വാസ പ്രമേയം? എന്താണ് അവിശ്വാസ പ്രമേയം? വി കോൾ ഇറ്റ് ആസ് നോ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയം എന്താണ് ആ സാധനം? യെസ്, ഇപ്പോൾ നമുക്ക് ഒരു റൂളിംഗ് പാർട്ടീനോട് താല്പര്യമില്ലെന്ന് വിചാരിക്കുക. നമുക്കല്ല, നമ്മുടെ അസ്യൂം. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം മോശമാണെന്ന് വിചാരിക്കുക. VD സതീശൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടു. സർക്കാരിന് വിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം? 71 MLA സപ്പോർട്ട് വേണം. വാട്ട് ഈസ് 140 ഹിയർ? നമ്പർ ഓഫ് കേരള MLAs. ഓക്കെ, സോ MLA ഒരു കേവല ഭൂരിപക്ഷം ആർക്ക് വേണം? CM-ന് വേണം. സോ ആസ് ലോങ് ആസ് പിണറായി വിജയൻ ഹാസ് സപ്പോർട്ട് ഓഫ് 71 MLAs, he can form the government, he can be the CM of the respective state. ഇത് 70 ആയാലോ അദ്ദേഹം രാജിവെക്കണം. സോ VD സതീശൻ ഒരു പ്രമേയം ഉന്നയിക്കുകയാണ്.
പിണറായി വിജയന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അത് അദ്ദേഹം ഉന്നയിക്കുന്നു, സ്പീക്കർ അംഗീകരിക്കുന്നു, പ്രമേയം വോട്ടിങ്ങിന് വിടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അന്ന് പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ സിമ്പിൾ ഭൂരിപക്ഷം പിണറായി വിജയന് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. ഒരു മുഖ്യമന്ത്രി രാജിവെക്കുക മീൻസ് മുഖ്യമന്ത്രി വ്യക്തി മാത്രമല്ല, മൊത്തം മന്ത്രിസഭയാണ് രാജിവെക്കുന്നത്. അതായത് PM മാത്രമല്ല ഒഴിഞ്ഞു പോകുന്നത്, മൊത്തം 21 മന്ത്രിമാരും എന്ത് ചെയ്യുകയാണ്? രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് സംഭവിക്കുന്നത്. എന്നാൽ അവിശ്വാസ പ്രമേയം പാസ്സാവുകയാണെങ്കിൽ സർക്കാർ രാജിവെക്കണമെന്ന് ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. പാർലമെന്ററി നിയമങ്ങളും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട്, ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട്, ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ പാർലമെന്ററി കൺവെൻഷൻസ്. നോ കോൺഫിഡൻസ് മോഷൻ എന്താണെന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല, ലോക്സഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് മൊഡ്യൂൾ 12 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നമുക്ക് ഭരണഘടനയുണ്ട്, നിയമങ്ങളുണ്ട്, സഭയ്ക്കകത്തെ റൂൾസ് ഉണ്ട്. ക്ലിയർ? ലോക്സഭ, രാജ്യസഭ. ആ ലോക്സഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദേ ക്യാൻ ഫ്രെയിം ദെയർ ഓൺ റൂൾസ്. ആ റൂൾസിനകത്ത് എന്താണ് അവിശ്വാസ പ്രമേയമെന്നും ആ മെക്കാനിസം എന്താണെന്നും പറയുന്നുണ്ട്. എന്നാൽ അവിടെ പോലും ഇത് പാസ്സാവുകയാണെങ്കിൽ സർക്കാർ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ക്ലിയർ? ഇതൊരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. ഇതുവരെ അവിശ്വാസ പ്രമേയത്തിൽ തോറ്റ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോ നമ്മുടെ നാട്ടിൽ രാജിവെച്ച് പോകാതെ ഇരുന്നിട്ടില്ല. ബിക്കോസ് വി ഫോളോ ദിസ് കൈൻഡ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. നൈസ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പിണറായി വിജയൻ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. അദ്ദേഹം കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിപ്പോയില്ല എന്നും വിചാരിക്കുക. ഗവർണർ ക്യാൻ ഡിസ്മിസ് ദി ചീഫ് മിനിസ്റ്റർ. അത്തരം കേസ് വരികയാണെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയെ ഡിസ്മിസ് ചെയ്യാൻ ഭരണഘടനാപരമായിട്ട് അധികാരമുണ്ട്. ഓർ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി ഡിസ്മിസ് ചെയ്യാൻ ഭരണഘടനാപരമായിട്ട് അധികാരമുണ്ട്. ഏത്? അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് ഭരണഘടന മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഭരണഘടന ഇങ്ങനെ പറയുന്നു, ദി പ്രസിഡന്റ് ക്യാൻ ഡിസ്മിസ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വെൻ ദേ ലോസ് ദി മെജോറിറ്റി എന്ന് പറയുന്നുണ്ട്. അല്ലാതെ അവിശ്വാസ പ്രമേയം എന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ല. ക്ലിയർ? ഇനി അതർ ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ? ഈ അവിശ്വാസ പ്രമേയം എന്ന പദം എന്താണെന്നും അതെങ്ങനെയാണെന്നും ഭരണഘടന പറഞ്ഞിട്ടില്ല. ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എ ബേസിക് സെറ്റ് ഓഫ് ലോസ്. ആ ബേസിക് സെറ്റ് ഓഫ് ലോയിൽ പറയുന്നു, സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ CM-നെയോ PM-നെയോ പുറത്താക്കാമെന്ന് പറയുന്നു. അടിസ്ഥാന നിയമമാണ്. അതിൻ്റെ പുറത്ത് ആർക്ക് നിയമം ക്രിയേറ്റ് ചെയ്യാം? പാർലമെൻറ്റിന് നിയമം ക്രിയേറ്റ് ചെയ്യാം. ഭരണഘടന ലംഘനമല്ല. ഓർ ലോക്സഭയ്ക്ക് റൂൾസ് ക്രിയേറ്റ് ചെയ്യാം. ഭരണഘടന ലംഘനമല്ല. ലോക്സഭ ക്രിയേറ്റ് റൂൾസ് റിഗാർഡിംഗ് നോ കോൺഫിഡൻസ് മോഷൻ. അപ്പോൾ എല്ലാം എന്ത് തന്നെയാണ്? വാലിഡ് തന്നെയാണ്. സോ ഭരണഘടന കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ പുറത്ത് ദി അതർ അതോറിറ്റീസ് ക്യാൻ ഫ്രെയിം ദെയർ ഓൺ ഇൻഡിവിജ്വൽ റൂൾസ്. ബട്ട് ഒന്നും ഭരണഘടന വിരുദ്ധമാകാൻ പാടില്ല എന്ന് മാത്രം. ബിക്കോസ് വി ആർ ഹാവിങ് എ ലിമിറ്റഡ് ഗവൺമെൻറ്. അവർ ഗവൺമെൻറ് ഈസ് ലിമിറ്റഡ് ബൈ ദി ടേംസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഓർ സി, ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന ഏത് മന്ത്രിയാണ്? ഫിനാൻസ് മിനിസ്റ്ററാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പെട്ടിയും തൂക്കി വരുന്നു, സഭയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു? ബജറ്റ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ട് ഓഫ് അവർ പാർലമെൻ്ററി കൺവെൻഷൻസ്. പിന്നെ ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. നമ്മൾ വരുന്ന മൊഡ്യൂൾസിൽ എവിടെയെങ്കിലുമൊക്കെ പലതും ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. ക്ലിയർ?